അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, 31ാമത് സാഹിത്യോത്സവ വേദിയിൽ നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം കുട്ടികളുടെ നബി എന്നാണ്. കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് സ്വജീവിതത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുരുന്നുകളോട് കൂടെ അവർ ഒരാളായി പാർക്കുകയും കളിക്കുകയും പിറകെ ഓടുകയും വരെ ചെയ്തിരുന്നു അത്രേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൗമ്യമായും ക്ഷമയോട് കൂടെ മാത്രമായിരുന്നു അവിടുന്ന് കുട്ടികളോടുള്ള പ്രതികരണവും പെരുമാറ്റം. സേവകനായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ ആവശ്യവാഹനത്തിനായി പുറത്തേക്ക് പറഞ്ഞു വിട്ടു. 8 വയസ്സായിരുന്നു അന്ന് അനസിൻ്റെ പ്രായം. പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോടൊത്ത് കളിയേർപ്പെട്ട അനസ് തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം മറന്നു. കുറച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കളിക്കുന്നതാണ് കണ്ടത്. അനസേ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തുവോ? വഴക്ക് പറയുകയായിരുന്നില്ല, ഓർമ്മപ്പെടുത്തുക മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം കാണിച്ചു. ദീനിൻ്റെ കാര്യത്തിലല്ലാതെ ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയർത്തും സംസാരിച്ചിട്ടില്ല. 8ാം വയസ്സ് മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായി അനുചരനായി നബിയോടൊത്ത് ജീവിച്ച സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ പോലും എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരു ദിവസം പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ എന്നിവരോടൊത്ത് പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുകയായിരുന്നു. കുട്ടികളെല്ലാം പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പിതാക്കളുടെ കൂടെ പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഒരു ബാലൻ ദുഃഖസാന്ദ്രമായ മുഖത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും അഭിവാദ്യങ്ങൾ ചെയ്യുന്ന തിരക്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു. ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലെ വേദന അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ എടുത്ത് ചുമലിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു നടന്നു. ആ കുഞ്ഞ് അവനെ പുതുവസ്ത്രം അണിയിച്ചു. ശേഷം പറഞ്ഞു, മോനെ, ഇനി മുതൽ ഞാനാണ് നിന്റെ ഉപ്പ. ഈ നിൽക്കുന്ന ആയിഷ ബീവിയാണ് നിന്റെ ഉമ്മ. എത്ര സുന്ദരമായാണ് മുത്തുനബി പെരുമാറിയതെന്ന് നോക്കുക. ക്ഷമയോട് കൂടെ മാത്രമേ കുട്ടികളോട് പെരുമാറാൻ പാടുള്ളൂ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മുഖം കറുപ്പിക്കുന്ന, ശിക്ഷിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്കിടയിൽ കാണാനാവും. പാത്രം ഉടച്ചതിനും അകം വൃത്തികേടാക്കിയതിനുമെല്ലാം കുട്ടികളെ അമിതമായി ശകാരിക്കുമ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മുതിർന്നവരുടെ പക്വതയും കാര്യബോധവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന കാര്യവും ഉറപ്പാണ്. അപ്പോഴല്ലേ അവർ കുട്ടികളാവുന്നത്. അത് മനസ്സിലാക്കുകയും സ്നേഹത്തോടെ തിരുത്താൻ ശ്രമിക്കുകയും അനിവാര്യ ഘട്ടത്തിൽ മാത്രം ശകാരിക്കുകയും അടിക്കുകയും ചെയ്യുന്നവരാണ് ശരി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.